പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം സസ്പെൻഷൻ. സുരക്ഷാ വീഴ്ചയിലെ പ്രതിപക്ഷ ബഹളത്തിൽ സ്തംഭിച്ചു പാർലമെന്റ്. സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ച് ലോക്സഭാ എംപിമാർക്കെതിരെ കൂട്ട നടപടി. കേരളത്തിൽ നിന്നുള്ള 6 എംപിമാർ ഉൾപ്പെടെ 15 പേരെ സസ്പെൻഡ് ചെയ്തു. കേരളത്തിൽ നിന്നുള്ളവരിൽ ഡീൻ കുര്യാക്കോസ്, ടി.എൻ. പ്രതാപൻ, രമ്യ ഹരിദാസ്, ഹൈബി ഈഡൻ, വി.കെ. ശ്രീകണ്ഠൻ, ബെന്നി ബെഹനാൻ എന്നിവരെയാണ് ഇന്ന് സസ്പെൻഡ് ചെയ്തത്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ പിരിഞ്ഞു. ലോക്സഭയുടെ നടുത്തളത്തിൽ അതിക്രമിച്ചു കയറി പ്രതിഷേധിച്ച കേസിൽ മുഖ്യ ആസൂത്രകൻ ബംഗാൾ സ്വദേശി ലളിത് ഷാ ഇന്ന് സൂചന. ബംഗാളിലെ നിരവധി NGO-കളുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അറസ്റ്റിലായ പ്രതികളെ ഡൽഹി പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കി. സഭാ നടപടികളും അതോടൊപ്പം ഇന്നത്തെ സസ്പെൻഷൻ നടപടികളും സംബന്ധിച്ച വിവരങ്ങൾ ബൽറാം നെടുങ്ങാടി നൽകും. അതോടൊപ്പം തന്നെ ഈ കേസിന്റെ അന്വേഷണം ഏത് നിലയിൽ പുരോഗമിക്കുന്നതിന്റെ വിശദാംശങ്ങൾ നിതിൻ അംബുജൻ നൽകും. ഞങ്ങളുടെ 2 പ്രതിനിധികളും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എനിക്ക് ആദ്യം ബൽറാമിലേക്ക് വരാം. ബൽറാം, ഇന്നത്തെ സഭാ നടപടികൾക്കിടെ അതിരൂക്ഷമായ ഭാഷയിലുള്ള പ്രതികരണങ്ങൾ ഇന്ന് സഭയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. സഭാ നടപടികൾ തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് സസ്പെൻഷനും. എന്താണ് ഇന്ന് സഭയിൽ സംഭവിച്ചത്? ഗോപികൃഷ്ണൻ, ഇന്ന് സഭാ നടപടികൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ യോഗം ചേരുകയും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് വിശദീകരണം നൽകാതെ മറ്റൊരു നടപടികളിലേക്കും കടക്കാൻ അനുവദിക്കില്ല എന്ന തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇരു സഭകളിലും ഈ വിഷയം മറ്റ് വിഷയങ്ങൾ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ നോട്ടീസ് നൽകിയിരുന്നു. ഈ അടിയന്തര പ്രമേയ നോട്ടീസുകൾ ഇരു സഭകളിലും അധ്യക്ഷന്മാർ അനുവദിച്ചില്ല. തുടർന്ന് സഭാ നടപടികളിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ വിഷയത്തിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തി. പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി, ഇതിൽ 2 പേരും ആരെങ്കിലും ഒരാൾ ഈ വിഷയത്തിൽ വിശദീകരണം നൽകണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. ലോക്സഭയിൽ എന്നാൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരണവുമായി രംഗത്തു വന്നു. സമാനമായ സംഭവങ്ങൾ മുൻപുണ്ടായിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ അനാവശ്യമായ പ്രതിഷേധം ഉയർത്തുകയാണ് പ്രതിപക്ഷമെന്നും ഈ പ്രതിപക്ഷാംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്നും രാജ്നാഥ് സിംഗ് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് 3 എംപിമാർ കേരളത്തിൽ നിന്നുള്ള ഡീൻ കുര്യാക്കോസ്, ടി.എൻ. പ്രതാപൻ, ഹൈബി ഈഡൻ എന്നിവരെ സ്പീക്കർ ശാസിച്ചു. തുടർന്ന് സഭ പിരിയുകയായിരുന്നു. രാജ്യസഭയിൽ അതേസമയം തുടക്കം മുതൽ തന്നെ പ്രതിഷേധമായിരുന്നു. അതീവ രോക്ഷാകുലനായാണ് തുടക്കം മുതൽ തന്നെ സഭാധ്യക്ഷൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കർ പ്രതിപക്ഷാംഗങ്ങളോട് പെരുമാറിയത്. പ്രതിപക്ഷാംഗങ്ങളെ പലതവണ അദ്ദേഹം ശാസിക്കുകയും രാജ്യത്തിനാകെ നാണക്കേടുണ്ടാക്കുന്നതാണ് ഈ ഉപരിസഭയിലെ അംഗങ്ങളുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റം എന്നതടക്കമുള്ള പ്രയോഗങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്നാൽ ഇന്ന് രാജ്യസഭയിൽ ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന്റെ മാറിയത് തൃണമൂൽ കോൺഗ്രസ് അംഗമായ ഡെറിക് ഒബ്രയൻ തന്നെയാണ്. അദ്ദേഹത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉപാധ്യക്ഷൻ ജഗ്ദീപ് ധങ്കർ ഉന്നയിച്ചത്. നേരത്തെ പശ്ചിമ ബംഗാൾ ഗവർണർ ആയിരുന്ന ജഗ്ദീപ് ധങ്കർ ഈ സഭയിൽ ഉപരാഷ്ട്രപതിയായി എത്തിയത് മുതൽ തന്നെ പിന്നീട് നടന്ന ഓരോ സമ്മേളന കാലയളവിലും തൃണമൂൽ അംഗം ഡെറിക് ഒബ്രോനുമായി കൊമ്പുകോർത്തിട്ടുണ്ട്. സമാനമായ ഒരു സാഹചര്യം ഇന്നും ഉണ്ടായി. ഡെറിക് ഒബ്രോനെ സഭയിൽ നിന്നും പുറത്തു പോകാൻ സ്പീക്കർ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ അതിന് അദ്ദേഹം തയ്യാറായില്ല. പ്രതിഷേധം സഭയ്ക്കകത്ത് തന്നെ തുടർന്നു. പിന്നീട് സഭ പിരിഞ്ഞു. 2 തവണ പിരിഞ്ഞ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 4 മണിക്ക് സമ്മേളിച്ച ഘട്ടത്തിലും ഡെറിക് ഒബ്രയൻ രാജ്യസഭ ചേംബർ വിട്ടുപോകാൻ തയ്യാറാകാതെ തന്റെ പ്രതിഷേധം തുടർന്നു. മറ്റ് പ്രതിപക്ഷാംഗങ്ങൾ ബഹളം തുടർന്നു. ഈ സഭയിൽ ഇന്ന് കേരളത്തിൽ നിന്നുള്ള എംപിമാർ സ്വീകരിച്ചൊരു നിലപാട് എന്തായിരുന്നു? അവരിൽ ചിലർ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഇന്ന്. ഗോപികൃഷ്ണൻ, ലോക്സഭയിൽ നിന്നും 14 അംഗങ്ങളും രാജ്യസഭയിൽ നിന്നും 1 അംഗവും ഉൾപ്പെടെ 15 അംഗങ്ങളെയാണ് ഇന്ന് പാർലമെന്റിൽ സസ്പെൻഡ് ചെയ്തത്. കേരളത്തിൽ നിന്നും ഡീൻ കുര്യാക്കോസ്, ടി.എൻ. പ്രതാപൻ, രമ്യ ഹരിദാസ്, ഹൈബി ഈഡൻ, വി.കെ. ശ്രീകണ്ഠൻ, ബെന്നി ബെഹനാൻ എന്നിവർക്ക് അടക്കമുള്ള 14 പേർക്കാണ് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 5 പേരെയായിരുന്നു സസ്പെൻഡ് ചെയ്തത്. പിന്നീട് സഭ പിരിഞ്ഞ് വീണ്ടും സമ്മേളിച്ചപ്പോഴും ബഹളം തുടർന്ന സാഹചര്യത്തിലാണ് വി.കെ. ശ്രീകണ്ഠൻ, ബെന്നി ബെഹനാൻ എന്നിവരും മുഹമ്മദ് ജാവേദ്, പി.ആർ. നടരാജൻ, കെ. സുബ്രഹ്മണ്യം, എസ്.ആർ. പാർത്ഥിബൻ, എസ്. വെങ്കിടേശൻ എന്നിവരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സഭാ ചട്ടങ്ങൾക്ക് അല്ലെങ്കിൽ സഭയിലെ പെരുമാറ്റങ്ങൾക്ക് വിരുദ്ധമായ നടപടിയാണ് ഉണ്ടായത് ഇവരിൽ നിന്നും എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ സസ്പെൻഷൻ നടപടി ഉണ്ടായത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പ്രതിഷേധം അനാവശ്യമാണെന്നും നടപടിയെടുക്കണമെന്നുമുള്ള ആവശ്യം ഉന്നയിച്ചത്. കൂടാതെ പാർലമെന്ററി
ആഭ്യന്തരകാര്യ മന്ത്രി പ്രഹ്ലാദ് ജോഷിയും ഇക്കാര്യം ആവർത്തിക്കുകയുണ്ടായി. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായത്. ശരി ബൽറാം, ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ ബഹളം വെച്ചത്. സഭയിൽ ആ ബഹളം തുടർന്നതിനെ തുടർന്ന് അംഗങ്ങൾക്ക് നടപടി നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ കേരളത്തിലെ എംപിമാരും ഉൾപ്പെടുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് ബൽറാം നെടുങ്ങാടി നമ്മളുമായി പങ്കുവച്ചത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പാർലമെന്റിനകത്ത് സഭാ നടപടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേർ അതിക്രമിച്ചു കയറിയതുമായി ബന്ധപ്പെട്ട കേസിലെ അന്വേഷണം ഏത് നിലയിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. നിതിൻ അംബുജൻ നമ്മളോടൊപ്പം ചേരുന്നു ആ വിവരങ്ങളുമായി. നിതിൻ, ഈ അന്വേഷണം സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അത് ഒരു തീവ്രവാദ സ്വഭാവം ഇല്ല ആ അതിക്രമത്തിൽ എന്നൊക്കെയുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. ഇവരെല്ലാം കൂടി ഒത്തുചേർന്നിരുന്നത് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ കൂടി കണക്ട് ചെയ്യപ്പെട്ടതാണ്, ആക്ടിവിസ്റ്റുകളാണ് എന്നൊക്കെയാണ് പ്രാഥമികമായി ഇന്നലെ പുറത്തു വന്നിരുന്ന വിവരം. കൂടുതൽ എന്തെല്ലാം വിവരങ്ങൾ ഈ അന്വേഷണ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്? ഗോപി, ഇതുവരെ പോലീസ് അത്തരമൊരു വിവരങ്ങളും തന്നെ പങ്കുവച്ചിട്ടില്ല. പക്ഷേ അതിന്റെ എല്ലാം തന്നെ സാധ്യതകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എല്ലാ വശങ്ങളിലുള്ള അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. നിലവിൽ ഇപ്പോൾ പ്രതികളെ പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പ്രതികളെ ഹാജരാക്കുന്നതിന്റെ ഭാഗമായി വലിയ സുരക്ഷാ നടപടികളാണ് ഇപ്പോൾ പട്യാല ഹൗസ് കോടതിയിൽ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും UAP-യുടെ 18 വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത്. പോലീസ് നൽകുന്ന വിവരം കൃത്യമായ ആസൂത്രണത്തോടുകൂടിയാണ് ഈ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത്. ഇതിനായി 1.5 വർഷം മുൻപ് തന്നെ പ്രതികൾ മൈസൂരിൽ യോഗം ചേർന്നു. മാത്രമല്ല സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഇവരെല്ലാം തന്നെ പരിചയപ്പെട്ടതും അതോടൊപ്പം തന്നെ ഇത്തരമൊരു കുറ്റകൃത്യം നടത്താൻ ആസൂത്രണം ചെയ്തു. ഭഗത് സിംഗ് ഫാൻ ക്ലബ് എന്ന ഒരു കൂട്ടായ്മയുടെ കീഴിൽ ഇവർ ഒരുമിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു പ്രതിഷേധം എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു പ്രാഥമിക നിഗമനം. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ വിശദാംശങ്ങൾ ഇനിയുള്ള മണിക്കൂറിൽ മാത്രമേ പങ്കുവയ്ക്കാൻ സാധിക്കൂ. പ്രതികളിൽ രണ്ടുപേർ പറയുന്നത് തങ്ങൾക്ക് ഒരു സംഘടനയുമായും ബന്ധമുണ്ടായിരുന്നില്ല എന്നാണ്. അവർക്ക് ഞങ്ങളുടെ ശബ്ദം പുറത്തു വരാൻ യാതൊരു സാഹചര്യവും ഈ രാജ്യത്തില്ല, അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രതിഷേധം എന്നൊക്കെയാണ്. ഇതൊക്കെ ഈ അന്വേഷണ സംഘം പൂർണ്ണമായും മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ, അതോ ഇവർക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടെന്നോ, ഏതെങ്കിലും സംഘടനകളുണ്ടോ എന്നോ അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നുണ്ടോ? ഗോപി, എന്തായാലും പ്രതികളെല്ലാം തന്നെ പോലീസിനോട് പങ്കുവച്ച വിവരം അപ്രകാരമാണ്. പക്ഷേ പോലീസ് അത് പൂർണ്ണമായി മുഖവിലേക്ക് എടുക്കുന്നില്ല. എല്ലാ തരത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. പ്രതികളുടെ പശ്ചാത്തലം, വിദ്യാഭ്യാസ പശ്ചാത്തലം, കൂടാതെ ഈ പ്രതികൾ നേരത്തെ ഡൽഹിയിൽ എത്തിയിരുന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. എന്തായാലും ഈ പ്രതികളെല്ലാം തന്നെ ചില പ്രതികൾ ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ്. അവരുടെ എല്ലാം തന്നെ പശ്ചാത്തലവും കൂടാതെ സമൂഹ മാധ്യമ ഇടപെടലെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അവർ സമൂഹ മാധ്യമങ്ങൾ ഇടപെട്ട രീതിയെല്ലാം തന്നെ അന്വേഷിച്ചു വരുന്നുണ്ട്. മാത്രമല്ല സർക്കാർ വിരുദ്ധമായിട്ടുള്ള ചില ഈ വിലക്കയറ്റം അല്ലെങ്കിൽ മറ്റ് സർക്കാർ എതിരെയുള്ള പ്രക്ഷോഭ പരിപാടികളെല്ലാം തന്നെ ആസൂത്രണം ചെയ്യുന്ന സംഘത്തിൽപ്പെട്ട ആളുകളാണെന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ എല്ലാ വശങ്ങളിലൂടെ അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ട്. കാരണം ഒന്ന്, ഈ ഡൽഹിയിൽ ഈ സംഘങ്ങൾ വിവിധ സംസ്ഥാനങ്ങളുടെ സംഘമാണ് ഡൽഹിയിൽ ഒത്തുചേർന്നത്. മാത്രമല്ല ഡൽഹിയിലെത്തിയ സംഘം നേരത്തെ മനോരഞ്ജൻ എന്ന വ്യക്തി ഈ സഭയ്ക്കുള്ളിൽ നേരത്തെ തന്നെ കടന്നിരുന്നു. മാത്രമല്ല സഭയിലെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ നിരീക്ഷിച്ചിരുന്നു. അത്തരമൊരു നിരീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സഭയിലേക്ക് പോകുമ്പോൾ ഷൂസിനകത്ത് ഈ പുകഷൽ ഒളിപ്പിച്ചാൽ പിടിക്കപ്പെടില്ല എന്ന് മനസ്സിലാക്കിയത്. എന്തായാലും അതൊരു പ്രധാനപ്പെട്ട ഒരു കാരണമായി തന്നെ പിന്നീട് ഈ സഭയ്ക്കകത്ത് കയറിയ ശേഷം സന്ദർശക ഗാലറിയിൽ നിന്ന് ചാടി ഇറങ്ങാം എംപിമാരുടെ ഇരിപ്പിടങ്ങളിലേക്ക് എന്നതിനൊക്കെ അവർക്ക് സ്വാഭാവികമായും ഒരു പരിശീലനം കിട്ടിയിട്ടുണ്ടാകണം, അവർക്കൊരു ഐഡിയ മനസ്സിനകത്തുണ്ടാകണം. അപ്പോൾ ഇതെല്ലാം വളരെ ആസൂത്രിതമായി പ്ലാൻ ചെയ്ത് വന്നതാണ് എന്ന് തന്നെയാണല്ലോ ആയിരിക്കണമല്ലോ അന്വേഷണ സംഘം സംശയിക്കുന്നത്, അല്ലേ? ഗോപി, അങ്ങനെ തന്നെയാണ്. കാരണം 1.5 വർഷം മുൻപ് തന്നെ മൈസൂരിൽ ഈ സംഘം യോഗം ചേർന്നിരുന്നു. സമൂഹ മാധ്യമങ്ങൾ വഴി പിന്നീട് അവർ തുടർ നടപടികളെല്ലാം തന്നെ തുടർ ആലോചനകൾ നടത്തിയിരുന്നു. മാത്രമല്ല പിന്നീട് ഇവർ പരിചയപ്പെട്ടെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴിയാണ്. അതിനുശേഷം മനോരഞ്ജൻ എന്ന ഇപ്പോഴത്തെ പ്രതി, ഇയാൾ നേരത്തെ തന്നെ സഭയിലേക്ക് സഭയുടെ സാഹചര്യമല്ലാതെ നിരീക്ഷിച്ചിരുന്നു. ഒരു സന്ദർശക പാസ് സംഘടിപ്പിച്ചുകൊണ്ട് ഇതേ എംപിയുടെ തന്നെ സന്ദർശക പാസ് സംഘടിപ്പിച്ചുകൊണ്ട് നേരത്തെ സഭയിലെത്തുകയും പിന്നീട് അവിടുത്തെ സാഹചര്യം നോക്കുകയും സുരക്ഷാ ക്രമീകരണങ്ങൾ എപ്രകാരമാണെന്ന് മനസ്സിലാക്കുകയും കൂടാതെ കൃത്യമായി തന്നെ സന്ദർശക ഗാലറി നിന്ന് ഈ ഒരു ഇങ്ങനെ ചാടിയാൽ ഏത് തരത്തിലുള്ള അപകടം ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആദ്യം നിരീക്ഷിച്ചു എന്നാണ് പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത്തരമൊരു കൃത്യമായ നിരീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു അതിക്രമം എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പോലീസ് ചോദിച്ചു വരികയാണ്. കൂടാതെ ഈ സംഘത്തിൽ മറ്റൊരാൾ കൂടി ഉണ്ടെന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലും അതോടൊപ്പം തന്നെ അന്വേഷണവും തുടരുന്നുണ്ട്. ശരി, സംഘത്തിൽ മറ്റൊരാൾ കൂടി ഉണ്ട് എന്ന് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു. അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഏതായാലും 1 വർഷമായിട്ടുള്ള ആസൂത്രണത്തിൽ
ബഹളത്തിനൊടുവിലാണ് പാർലമെന്റിനകത്ത് ഇന്നലെ ഈ രണ്ടുപേർ അതിക്രമിച്ചു കയറിയതും മറ്റു രണ്ടുപേർ പുറത്തുനിന്ന് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു എന്നതാണ് അന്വേഷണ ഏജൻസികളുടെ ഇപ്പോഴത്തെ നിഗമനം. ഏതായാലും ഈ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഇവർക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും സംഘടനകളുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെ വ്യക്തത വരൂ.